ഏവർക്കും വൃന്ദാവനത്തിന് യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിഷുഫലമാണ്. അപ്പം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്ത് ഫലമാണ് അനുഭവത്തിൽ വരിക, ഗുണമാണോ ദോഷമാണോ എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പം മേടരാശിയിലാണ് ഇപ്പൊ വ്യാഴത്തിന്റെ സ്ഥിതി അല്ലേ. മെയ് 1 ശേഷം അത് എങ്ങോട്ടാവും? ഇടവൻ രാശിയിലേക്കാവും. അതുപോലെ തന്നെ ശനി എന്ന് പറയുന്നത് കുംഭൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ രാഹു മീനം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. ഇപ്പൊ പൊതുവെ വിഷുഫലത്തിൽ മറ്റുള്ള ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ടല്ലോ. ഒരു മേജർ ആയിട്ട് ട്രാൻസിറ്റ് ഇത് മൂന്നുമാണ്. അപ്പം നമുക്ക് അധികം താമസിക്കാതെ നമ്മുടെ വിഷുഫലത്തിലേക്ക് കിടക്കാം. എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. അടുത്ത മകരരാശിയാണ്, അഥവാ മകരക്കൂർ. ഇവർക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും. ചില പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ വരാൻ ചാൻസ് കൂടുതലാണ്. ഇവിടെ ജീവിതത്തിൽ കുറച്ച് പുരോഗതികളൊക്കെ വരുമെങ്കിൽ പോലും അതിനൊക്കെ ചെറിയ തടസ്സങ്ങൾ വന്ന് ഒരു 100 കെട്ടി 110 പോകുന്ന അവസ്ഥ, അല്ല 50 കെട്ടി 40 പോകുന്ന ഒരവസ്ഥ, ചെലവ് വർധന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇവർക്കൊരു ആത്മവിശ്വാസ കുറവ് അനുഭവത്തിൽ വരാൻ സാധ്യത. സോ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എന്തിനേയും കീഴടക്കാനും എന്തും നേടിയെടുക്കാനും സാധിക്കും. സോ അതുകൊണ്ട് ആത്മവിശ്വാസം മാക്സിമം വർദ്ധിപ്പിക്കുക, മെഡിറ്റേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക, വിദേശ യോഗങ്ങളൊക്കെ പറയാവുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ആത്മപ്രശംസ ഒന്ന് കുറയ്ക്കുന്ന ഉത്തമമായിരിക്കും. നിങ്ങൾക്കിപ്പം കൂടുതലാണ് എന്നല്ല പറയുന്നത്, ഒട്ടും ഇല്ലാത്തവരുണ്ടെങ്കിൽ കുറച്ചൊക്കെ ആവാം കേട്ടോ. കുറച്ചൊക്കെ എന്താ ആത്മവിശ്വാസമൊക്കെ ആവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമ്മളെ പൊക്കിയടിക്കും, നമുക്ക് തന്നെ ഒരു സെൽഫ് ബൂസ്റ്റിംഗ് ആവും, നമുക്ക് തന്നെ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. എന്നോർത്ത് അത് അധികം ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹന യോഗമൊക്കെ പറയാവുന്ന സമയമാണ്. ഡോക്യുമെന്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ശ്രദ്ധ ആവശ്യമാണ്. ദാമ്പത്യ ജീവിതം സുഖകരമായി പോകാൻ വേണ്ടി തമ്മിൽ നല്ല ഗുഡ് കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യണം. ആവശ്യമില്ലാത്ത തർക്കത്തിലേക്കൊന്നും പോകാതിരിക്കുക. ഒരാളെ വിട്ടുകൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഇപ്പം അതിന് വേണ്ടി അടുത്ത തർക്കം ഉണ്ടാല് ഒരാൾ വിട്ടുകൊടുക്കാൻ വേണ്ട. എന്നാ നീ വിട്ടുകൊടുക്കാം, അല്ല നീ വിട്ടുകൊടുക്ക, അല്ല നീ വിട്ടുകൊടുക്ക, അല്ല നീ വിട്ടുകൊടുക്ക. എന്താ മനുഷ്യൻ നിനക്ക് വിട്ടുകൊടുത്ത, എന്താ നിനക്ക് വിട്ടുകൊടുത്ത? ഈ ഒരു ടോക്ക് നീങ്ങി അവിടെ നിന്ന് എന്ത് ചെയ്യില്ല, അടുത്ത തർക്കത്തിലേക്ക് വരുന്നിരിക്കല്ലോ കേട്ടോ. നിങ്ങളെ എന്ത് ചെയ്യാ? ഇപ്പൊ എന്താ മകരക്കൂറുകാരെ തന്നെ എന്ത് ചെയ്യാ? ഒന്ന് വിട്ടുകൊടുത്തേക്കുക. ഓക്കെ, ചിലപ്പോ ശരി അവരുടെ ഭാഗത്തായിരിക്കണേ. നമ്മളങ്ങ് ക്ഷമിച്ചത്, നമ്മുടെ ജീവിത പങ്കാളിയല്ലേ, നമ്മുടെ പാതിയല്ലേ, നമ്മുടെ ജീവിതത്തിന്റെ പാതിയല്ലേ. സോ എന്ത് ചെയ്യാ? നമ്മളങ്ങ് വിട്ടുകൊടുത്തേക്കുക. ഓക്കെ, ഇത് കുറച്ച് സമാധാനമായിരിക്കും. അവരെന്നെ വിചാരിക്കും, അല്ല ചേട്ടാ, അല്ലെങ്കിൽ അല്ല ചേട്ടാ, എന്താണ് ഇങ്ങനെയായിരുന്നു ഇത്, അവരെന്നും നമ്മളോട് പറയാൻ ചാൻസ് ഉണ്ട്. സോ അത് സ്ത്രീ പുരുഷൻ ആര് തന്നെയായാലും എന്ത് ചെയ്യാം? മകരാശിക്കാരെ വിട്ടുകൊടുക്കാൻ ശ്രമിക്കുക. കാരണം അവിടെ ഇനി വേറെ തർക്കം ഉണ്ടാകാൻ പാടില്ലേ. അതേപോലെ തന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഒരു 40, 50, 60% നമുക്ക് തന്നെ വിജയകരമായിട്ട് ഭവിക്കാനുള്ള ചാൻസും ഉള്ള. അതുപോലെ തന്നെ നമുക്ക് വിവാഹ യോഗമൊക്കെ പറയാവുന്ന സമയമാണ്, വാഹന യോഗം പറയാവുന്ന സമയമാണ്. ടെൻഷൻസ് ഒക്കെ ഒന്ന് കൂടാൻ ചാൻസ് ഉണ്ട്. കേസ് സംബന്ധമായിട്ട് പോകുമ്പോൾ നമുക്ക് അനുകൂലമായി നമ്മൾ സത്യം ചെയ്ത ആളാണെങ്കിൽ നമുക്ക് എന്താണ് വിജയം ഉറപ്പാണെന്ന് വിശ്വസിക്കുക. അതിനെ ഓർത്ത് ഒത്തിരി ടെൻഷനിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യം ഇല്ല. കറക്റ്റ് ടൈമിൽ ഉറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ആഹാര കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ചെലവ് വർദ്ധിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇത്രയാണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലം എന്ന് പറയുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോ, നമ്മുടെ വാട്സപ്പിലോ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ വിലയായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളിപ്പം 20K കഴിഞ്ഞല്ലേ, നമ്മള് 25Kയിലേക്ക് എത്താൻ പോവാണ്. സോ നമ്മൾ എന്ത് ചെയ്യാം? മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം വീഡിയോ ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അതുപോലെ തന്നെ വിഷുഫലത്തിൽ ഗുണദോഷ ഫലങ്ങളൊക്കെ ഉണ്ട്, ഗുണഫലങ്ങൾ ദോഷഫലങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. നല്ലത് ചെയ്താൽ നല്ലത് തന്നെ കിട്ടും. ബട്ട് അതിന് കുറച്ച് ഡിലേസ് ഒക്കെയാണ് ഇത് വരുത്താൻ പറ്റുള്ളൂ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആത്മവിശ്വാസം കലയാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ആത്മവിശ്വാസം പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. നമ്മൾ എന്താണ് നമുക്ക് പൂർണ്ണമായിട്ടൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാം? ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും കേട്ടോ. സോ നമ്മൾ എന്താണ് മനസ്സിലാക്കുക, നമ്മൾ ആരാണ് മനസ്സിലാക്കുക, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക, നമുക്ക് എന്ത് ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് മനസ്സിലാക്കുക. നമ്മളനുസരിച്ച് എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക. നമുക്ക് നല്ല രീതിയിലായിട്ടൊരു വിജയത്തിലേക്ക് ഫോക്കസ് ചെയ്യുക കേട്ടോ. നമുക്ക് എല്ലാവരും വിജയിക്കാൻ സാധിക്കുന്നേ.
ഒത്തിരി ടെൻഷൻ അടിച്ച് നിങ്ങൾ അയ്യോ ഇത്ര കാലം മോശമായിരുന്നു, ഇനി മോശം സമയമാണോ, ഇനിയിപ്പം ഉള്ള സമയം നല്ലതാണ്, ഇത്ര നാളും കുറച്ച് നാൾ നല്ലതായെങ്കിലും ചീത്ത ഫലങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകം പരിശോധിച്ച് കൃത്യമായിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള പ്രഡിക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക കേട്ടോ. എന്നിട്ട് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ ജീവിതം മുന്നോട്ട് നോക്കി കാണുക.